ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെയുള്ള ജീവനക്കാരെ കാണാതായ സംഭവത്തിൽ രക്ഷാദൌത്യവുമായി ഇന്ത്യൻ നാവികസേന. കാണാതായവരിൽ 8 ഇന്ത്യക്കാരും 1 ശ്രീലങ്കൻ പൗരനെയും ഉൾപ്പെടെ 9 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം 10 പേരെയാണ് കണ്ടെത്തിയതെന്നും ഇതിൽ ഒരാളെ മരിച്ച നിലയിലാണ് കണ്ടതെന്നും ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ എക്സിൽ അറിയിച്ചു. ജീവനക്കാരെ കണ്ടെത്തിയ വിവരം ഒമാനിലെ ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചു. നാവികസേനയുടെ INS തേജ് നടത്തിയ തിരച്ചിലിലാണ് ഇവരെ രക്ഷിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇക്കഴിഞ്ഞ 15-നാണ് ഒമാൻ തീരത്ത് 13 ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെ 16 പേരടങ്ങുന്ന ജീവനക്കാരെ കാണാതായത്. കാണാതായി ബാക്കിയുള്ളവർക്കായി ഇന്ത്യൻ നാവികസേനയും ഒമാൻ സമുദ്ര സുരക്ഷാ ഏജൻസിയും തിരച്ചിൽ തുടരുകയാണെന്നും പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് മറിഞ്ഞത്. പ്രധാന വ്യവസായ തുറമുഖമായ ദുഖാമിലാണ് അപകടം നടന്നത്. ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്ററിന് കീഴിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യൻ നാവികസേനയും പങ്കുചേരുകയായിരുന്നു. വ്യോമ നിരീക്ഷണത്തിന് P-81 വിമാനവും തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. യമൻ തുറമുഖമായ എദ്ദനിലേക്ക് പോകുകയായിരുന്ന കപ്പലാണ് മറിഞ്ഞത്. 2007-ൽ നിർമ്മിച്ച കപ്പലിന് 117 മീറ്റർ നീളമുണ്ട്. ഒമാന് തെക്കു പടിഞ്ഞാറൻ തീരത്താണ് ദുഖം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മറിഞ്ഞ ഓയിൽ ടാങ്കറിൽ നിന്ന് വാതക ചോർച്ചയില്ലെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നതെന്ന് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു.